മിഷൻ ശിരൂർ 11-ാം ദിനം. മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ ഇന്നും രക്ഷാദൌത്യം തുടരും. കനത്ത മഴ തിരിച്ചടിയായതോടെ ഇന്നലെ ദൌത്യസംഘത്തിന് സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെരുമഴയും ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കുമാണ് വെല്ലുവിളിയായത്. ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായേക്കും. അർജുന്റെ ലോറി കണ്ടെത്തുന്നതിന് ശിരൂരിലെ ഗംഗാവലി പുഴയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ 24 പറഞ്ഞു. ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് തോണികളും എത്തിച്ചിട്ടുണ്ട്. ചായക്കട നിന്നിരുന്ന സ്ഥലവും തൊട്ടടുത്ത് അവരുടെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും പരിശോധിക്കും. ആദ്യം MLAയുടെ പ്രതികരണത്തിലേക്ക് ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ട്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ആക്ച്വൽ പ്ലാൻ, സെർച്ചിങ് പ്ലാൻ, ടാസ്ക്, റെസ്ക്യൂ ടാസ്ക് എന്താണ് ചോദിച്ചറിയാം. സർ, വാട്ട്സ് ടുഡേസ് our plan? Today almost we are clearing the road till the tea stall was there. What is our doubt is from the tea stall, if they are sitting for the breakfast, behind the tea stall there was their house. That tea stall person's house was there, and that was the 90-degree down was there, and it is around more than 1 meter down was there, and from there again river is 1 meter down. What is our thinking is we have tried here, hillock side, we have tried, we have got some point. But suppose if the person sits for tea and all, even driver our Arjun also, and suddenly if this incident happens means they can fall down near that house also, and they may struck in the house edge. For that we are trying to clear that mud. If we are getting any chance. Now we got some house material, whatever rice pouring this thing, what was screener, all we got now. We are clearing that in our mind, and we are bringing pontoon also. That pontoon is a floating pontoon. And already we have bought two, this thing, what we call as Nardoni. Means it is a small ship, country boat. Okay, with machine. Tomorrow if we pull that pontoon in the water, if it holds there, the person will go inside and we will try to locate our truck. That is the third plan. Drone is going underwater tomorrow. Yeah. Not underwater. It is underwater. It is inspect. If it is above the water 1 meter, it will catch up to 30 meter. Sir, we are building a platform right in the bank. The edge of the road. Okay. Edge of the road where the tea stall was there. Okay. Thank you, sir. Thank you. അപ്പോൾ അവിടെ നിന്ന് റോഡിൻ്റെ അവിടെ മുതൽ എന്താണ് ലക്ഷ്മണൻ്റെ കടയുള്ള ആ സ്ഥലം വരെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. അതുവഴി ഈ പറയുന്ന നമ്മുടെ ഈ ബൂം എക്സ്കവേറ്റർ പോകുന്നു. നാളെ ഫണ്ടൂൺ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് സാമഗ്രി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അതിലേക്ക് കയറ്റി നിർത്തുന്നു. അതിനുശേഷം വാഹനം ആഴത്തിൽ കുത്തിത്തെരയാനുള്ള പ്ലാനാണ്. ഇതാണ് ഇന്നത്തെ ആക്ച്വൽ സെർച്ച് പ്ലാൻ. ഈ ദുരന്തഭൂമിയിൽ നിന്നും S. ശ്രീകാന്തിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24. ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നുണ്ട്. ഹാഷ്മി, ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണല്ലോ ശിരൂരിൽ. രക്ഷാദൌത്യത്തിനത് വീണ്ടും വെല്ലുവിളിയാകുമോ? ഈ ഡ്രോൺ പരിശോധന ഇന്നത്തേത് എപ്പോഴത്തേക്ക് ആരംഭിക്കും ഹാഷ്മി? കനത്ത മഴയാണ്. ഇന്ന് രാത്രിയും ഈ സമയത്തൊക്കെ അസാധ്യമായ മഴയാണ്. വലിയ കാറ്റ് അടക്കം രാവിലെ മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്.
ഷിരൂരിൽ ഇത് എന്തായാലും രക്ഷാദൗത്യത്തെ വല്ലാതെ ബാധിക്കുന്ന, രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം ഇന്നലെ ഏത് രീതിയിൽ കാലാവസ്ഥ പ്രതികൂലമായോ ഏതാണ്ട് അതേ മട്ടിൽ തന്നെയാണ് രാവിലത്തെയും അവസ്ഥ. മാത്രമല്ല ഇന്നലെ രാത്രി മലയോര മേഖലകളിലും വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ അതിഭീകരമായ മഴയായിരുന്നു. സ്വാഭാവികമായും അപ്പോൾ ഈ ഗംഗാവലി പുഴയിലേക്ക് അതിൻ്റെ കുത്തൊഴുക്ക് വല്ലാതെ എത്താനുള്ള ഇടയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപാട് അളവിൽ വെള്ളം എത്താൻ ഇടയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മട്ടിൽ ഈ അടിയൊഴുക്കൊക്കെ കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ ഇന്ന് ഈ നേവിയുടെ ഹാഷ്മിയിലേക്ക് എത്താം. ഹാഷ്മി നല്ല കാറ്റ് വീശുന്നുണ്ട്. ഹാഷ്മി ഒന്ന് ഒരു സ്റ്റേബിളായ ഒരു സ്ഥലത്തേക്ക് മാറിക്കോളൂ. ഹാഷ്മി എത്താം. ഇപ്പോൾ രാവിലെ തന്നെ ശിരൂരിൽ ശക്തമായ മഴ പെയ്യുന്നു എന്നതാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശിരൂരിൽ നിന്ന് ഇന്നും നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട് എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഉത്തര കന്നഡ ജില്ലയിൽ. ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ശിരൂരിൽ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. അത് രക്ഷാദൗത്യത്തെ ദുഷ്കരമാക്കിയേക്കും ഒരുപക്ഷെ എന്നാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ ഡ്രോൺ പരിശോധന ഇന്ന് നടക്കേണ്ടതുണ്ട്. മഴ ഇങ്ങനെ തകർത്ത് പെയ്യുകയാണെങ്കിൽ അത് ഡ്രോൺ പരിശോധനയ്ക്കും വെല്ലുവിളിയാകും. കാർവാർ MLA തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇന്നത്തെ പ്ലാൻ സംബന്ധിച്ച്. ഹാഷ്മി, ഇപ്പോൾ കനത്ത മഴ ഹാഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സംബന്ധിച്ച് അത് കാണാം ഇവിടെ ദൃശ്യങ്ങളിൽ എത്രത്തോളം ശക്തമാണ് മഴ, കാറ്റ് എന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ ദൗത്യവും അതിന് വലിയ വെല്ലുവിളി എന്ന് തന്നെ കരുതേണ്ടി വരുമല്ലേ ഹാഷ്മി? ഉന്മേഷ്, ഉറപ്പായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ ദൗത്യം ഇപ്പോൾ തട്ടി നിൽക്കുന്നത് നമ്മുടെ നേവി ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതിൽ പ്രധാനമായും അത് തട്ടി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തേർഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ലൊക്കേഷൻ കിട്ടുന്നുണ്ട്. ആ ലൊക്കേഷനിൽ നമ്മുടെ അർജുനുള്ള ട്രക്കിൻ്റെ ക്യാബിനുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഡ്രോൺ പരിശോധനയിൽ. പക്ഷേ ആ ഭാഗത്തേക്ക് ഇറങ്ങി പരിശോധിച്ചാൽ മതിയാവുകയുള്ളൂ. ഇനി അത് ക്യാബിനാണ് എന്ന് ഈ ഡ്രോൺ പരിശോധന സ്ഥിരീകരിക്കുകയാണെങ്കിലും അതിനുള്ളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇറങ്ങാൻ നേവി ഡൈവർ സംഘത്തെ അനുവദിക്കാത്തത് ഈ പറയുന്ന അതിഭീകരമായ കുത്തൊഴുക്കാണ്. ഇന്നലെ തന്നെ പറഞ്ഞ 6 മുതൽ 8 വരെ നോട്ട് വേഗതയിൽ കുത്തൊഴുക്ക്, അതാണ് ഈ കുത്തൊഴുക്കിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ മഴയാണെങ്കിൽ ഇന്നലെ രാത്രി പെയ്ത പെരുമഴയോടൊക്കെ ബാക്കിയാണെങ്കിൽ ആ വെള്ളമൊക്കെ ഒഴുകിയെത്തിയെങ്കിൽ ആ നോട്ടിക്കൽ മേൽ കുത്തനെ ഉയരാനേ സാധ്യതയുള്ളൂ ഉന്മേഷ്. അങ്ങനെയെങ്കിൽ ഇന്നും നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങൽ ഏതാണ്ട് ലിറ്ററലി അസാധ്യമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ B പ്ലാൻ C പ്ലാൻ എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇപ്പോൾ ദൗത്യ സംഘം. നമ്മൾ കാർവാർ MLA യോട് ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഫണ്ടൂൺ എന്ന് പറയുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണത്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവന്ന് കരയിൽ നിന്ന് ഈ പറയുന്ന ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 ഈ 3 സ്ഥലങ്ങളിലേക്ക് എത്തത്തക്ക രീതിയിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇട്ടുകൊണ്ട് അവിടുന്ന് നേവി ഡൈവർ സംഘം ഇറങ്ങലാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ പ്രശ്നം നേവി ഡൈവർ സംഘത്തിന് അതിനകത്തേക്ക് ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. അതിനിടയിൽ ഈ പറയുന്ന വലിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിൽ നമ്മുടെ ഈ സാനി എക്സ്കവേറ്റർ അല്ല, അതിനപ്പുറമുള്ള ചെറിയ JCB എന്താണ് ഈ തോണികളിൽ ഘടിപ്പിച്ച് അങ്ങോട്ടേ കൊണ്ടുപോയി അവിടെ പരിശോധിക്കുക എന്നൊരു പ്ലാനും അവർ ആലോചിക്കുന്നുണ്ട് ഉന്മേഷ്. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്ന സംശയം അവർക്ക് തന്നെയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പരിശോധന നടക്കുകയാണ്. അതിനിടയിലാണ് കാർവാർ SP-യും കാർവാർ MLA അടക്കമുള്ളവർ ഇപ്പോൾ ഗൗരവമായി സംശയിക്കുന്ന മറ്റൊരു സാഹചര്യം, ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് അർജുൻ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം അവർ ഇപ്പോൾ ഗൗരവമായി പരിശോധിക്കുകയാണ്. ഇന്നലെ കാർവാർ SP-യോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ലക്ഷ്മൺ എന്ന് പറയുന്ന ആളുടെ ചായക്കടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ അങ്ങേക്കരയ്ക്കലുള്ളത് ഒരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടം കടുത്ത വേനൽ നമ്മൾ ഇന്നലെ അവിടെ പോയി നമ്മൾ പ്രേക്ഷകരെ കാണിച്ചാണ് കാര്യങ്ങൾ. കടുത്ത വേനലിലും വെള്ളം വറ്റാത്തൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുഖം കഴുകി ഫ്രഷായി അല്ലെങ്കിൽ അവിടെ നിന്ന് കുളിച്ച് ഇങ്ങോട്ടേക്ക് ആളുകൾ വരുന്നുണ്ട്. ഈ ദിവസം ഇതുപോലെ ഒരാൾ ലോറിയിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് പോയി മുഖം കഴുകിയതിനു ശേഷം ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് കയറിപ്പോയി എന്നൊരു ദൃക്സാക്ഷിമൊഴി പോലീസിനുണ്ട്. അത് അർജുനാണോ എന്നിങ്ങനെ ഒരു സംശയം കാർവാർ SP അർജുനാണെന്ന് സ്ഥിരീകരിച്ച് പറയുന്നില്ല, പക്ഷേ അർജുനാണോ എന്നൊരു സംശയം കാർവാർ SP നമ്മളോട് പ്രകടിപ്പിച്ചിരുന്നു. അത് അവർ ഗൗരവമായി അന്വേഷിക്കുകയാണ്. അത് ഈ ഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നൊരു സംശയമാണ്. അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഒരു പക്ഷേ ഇനി മനുഷ്യ സാന്നിധ്യമില്ല എന്ന ഈ ക്യാബിനുള്ളിലോ അല്ലെങ്കിൽ പുഴയിലോ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായാണോ അത് നമ്മളോട് പറയാതെ പറയുന്നതാണോ ഈ സംശയം നമ്മളോട് പ്രകടിപ്പിക്കുന്ന കാര്യം ഉന്മേഷ് അറിയില്ല. എന്തായാലും കാർവാർ SP നമ്മൾ നേരെ അവിടെ സംസാരിച്ചിരുന്നു. ഈ ദുരന്ത ഭൂമി നമ്മൾ കാർവാർ SP കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ലക്ഷ്മണന്റെ ഭാര്യ ശാന്ത ഒരു കടയിൽ കുറേ ആളുകൾ വന്നിട്ടുണ്ടെന്നും അവർ 8 ദോശ ഓർഡർ ചെയ്തിരിക്കുന്നുവെന്നും
ഒരാളോട് ഏറ്റവും ഒടുവിൽ ഒരു ഫോൺ സംഭാഷണത്തിൽ ഒരു അവസാനമായി വിളിച്ച ഒരു ഫോണിൽ ഒരു നർമ്മ സംഭാഷണത്തിലോ മറ്റോ ഫോണിൽ ലക്ഷ്മണന്റെ ശാന്ത പറയുന്നുണ്ട്. അതാണ് ശാന്ത അവസാനമായി ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ 4 പേര് ആ സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. അപ്പം അതിൽ ഒരാൾ ലക്ഷ്മണന്റെ ചായക്കടയിലെ ജോലിക്കാരനാണ്. ബാക്കി 2 പേരുടെ കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നു. ശരവണനും മറ്റൊരാളും. പിന്നെയുള്ളത് അർജുനാണ്. 4ാമതുള്ള ആൾ അർജുനാണോ എന്ന കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുകയാണ്. കാര്യം അതിൽ ചായക്കടയിലെ ജോലിക്കാരൻ ഒഴിച്ചു നിർത്തിയാൽ ആ സമയം അവിടെ 3 പേരുണ്ട് എന്ന് സ്ഥിരീകരിച്ചാൽ പോലും ബാക്കി 2 പേർക്കായി 8 ദോശ പറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ആലോചനകൾ നടത്തുകയാണ്. ഈ അർജുൻ ആ സമയത്ത് 8:30-9 മണി സമയത്ത് ഈ ലോറിയിൽ നിന്ന് ഇറങ്ങി ചായക്കടയിൽ പോയിട്ടുണ്ടോ എന്നൊരു ഗൗരവമായ പരിശോധന ഈ ഘട്ടത്തിൽ വളരെ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. അത് ഈ പുഴയിൽ അല്ലെങ്കിൽ ഈ ലോറിയിൽ ഈ ക്യാബിനിൽ അർജുൻ്റെ സാന്നിധ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള പുതിയ മൂവാണോ എന്നറിയില്ല. എന്തായാലും ആ അന്വേഷണം ഇപ്പോൾ കൂടുതൽ സജീവമാക്കുകയാണ്. അങ്ങനെ ഇല്ല എന്ന് പറയാനുള്ള പ്രത്യേകിച്ച കാരണങ്ങളൊന്നും നമുക്കിപ്പോൾ ഇല്ലതാനും. ഉന്മേഷ്, ആ രീതിയിൽ ആലോചിച്ചാൽ ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത ഷിരൂരിൽ കനത്ത മഴ എന്നുള്ളതാണ്. അത് രക്ഷാദൗത്യത്തെ ഒരുപക്ഷെ ഇന്ന് തുടക്കത്തിൽ തന്നെ ദുഷ്കരമാക്കിയേക്കും.